എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ തുടർന്ന് SFIO എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെതിരായ നിലപാടാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിലാണ് നിലവിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുന്നത്, SFIO സ്വീകരിക്കാതിരിക്കുന്നത് നീതി നിർവഹണത്തിന് ഗുണം ചെയ്യുമെന്ന് സുപ്രധാനമായ പരാമർശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ കേസിൽ വളരെ വിശദമായ വാദം കേട്ടിരുന്നത്. തുടർന്ന് ഇന്നാണ് ആ കോടതി ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ആ കോടതി ഉത്തരവിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ നിലവിൽ ഈ ഡൽഹി ഹൈക്കോടതിയിൽ CMRL ഈ അന്വേഷണത്തിനെതിരായ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ ഈ വിചാരണ കോടതിയുടെ നടപടികളുമായി SFIO മുന്നോട്ട് പോകാതിരിക്കുന്നത് നീതി നിർവഹണത്തിന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഫലത്തിൽ ഈ അന്വേഷണം ഈ വിചാരണ കോടതിയുടെ നടപടികൾ സ്റ്റേ ചെയ്യാതെ അതുമായി SFIO മുന്നോട്ട് പോകരുത് എന്ന ഒരു കാര്യമാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കേന്ദ്ര സർക്കാർ തൻ്റെ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ ആശയക്കുഴപ്പത്തിലെ ഒരു അവ്യക്തത കാരണമാണ്, അല്ലെങ്കിൽ ആശയവിനിമയത്തിലെ കുറവ് കാരണമാണ് ഈ SFIO അന്വേഷണ റിപ്പോർട്ട് ഈ എറണാകുളത്തെ ജില്ലാ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചേതൻ ശർമ്മ ഇക്കാര്യം തൻ്റെ കോടതിയെ അറിയിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്, വകുപ്പും SFIOയും തമ്മിൽ ഈ ആശയവിനിമയത്തിൽ ചില കുറവുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഫയൽ ചെയ്തത് എന്നതാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത SFIOയുടെ നടപടി മനഃപൂർവ്വമല്ല എന്നും അലക്ഷ്യമായി സംഭവിച്ചതാണ് എന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയതായും ഈ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് തന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു, ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെങ്കിലും റിപ്പോർട്ട് ഫയൽ ചെയ്യില്ല എന്ന് SFIO തന്റെ കോടതിക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ്. ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി SFIOയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ഇന്നലെ അദ്ദേഹം തുറന്ന കോടതിയിൽ പറഞ്ഞിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാർ അതുമായി നൽകിയിരിക്കുന്ന വിശദീകരണം അദ്ദേഹം തന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഈ SFIO മനഃപൂർവ്വമല്ല അങ്ങനെ റിപ്പോർട്ട് ഫയൽ ചെയ്തത്, അത് അലക്ഷ്യമായി സംഭവിച്ചതാണ്. വകുപ്പും SFIOയും തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടായ കുറവ് കാരണമാണ് അത് സംഭവിച്ചതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കേസ് ഇനി പരിഗണിക്കുന്നത് ആരായിരിക്കണം, ഏത് ബെഞ്ചായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ചീഫ് ജസ്റ്റിസ്, ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. റോസ്റ്റർ പ്രകാരമുള്ള അനുവദനീയമായ കാര്യങ്ങൾ, അതായത് ഏത് ബെഞ്ചാണോ ഈ കേസ് പരിഗണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, CMRL ഹർജി പരിഗണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനം വരും. തുടർന്ന് ആ കേസിൽ വിശദമായ വാദം കേൾക്കൽ നടക്കും. അതിൽ ഉത്തരവുണ്ടാകുന്നത് വരെ ഈ എറണാകുളത്തെ ജില്ലാ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ SFIO സംബന്ധിച്ച് ഈ ഉത്തരവ് കാരണം ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.